ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ക്ലാസ്സിലേക്ക്. അപ്പം നമ്മുടെ ഫൈനൽ പ്രിപ്പറേഷനിലാണ് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് പ്രോബ്ലംസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ കറണ്ട് ഓഫ് 2 ampere flows through a conductor for 5 minutes. Find the total charge passed. ഓക്കെ, അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? We have to find ചാർജ്. ഓക്കെ, സോ നമ്മൾക്കൊരു ഇക്വേഷൻ അറിയാം അല്ലേ? നമ്മൾ പണ്ടോട്ട് പഠിച്ചിട്ടുണ്ട്. ഓംസ് ലോ, നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കുറേ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി കറണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇക്വേഷൻ എന്താണ്? കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ Q by T, that is charge per time. ഓക്കെ, പെർ ടൈമിൽ എത്ര എമൗണ്ട് ഓഫ് ചാർജസ് ഫ്ലോ ചെയ്തു അതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. സോ കറണ്ട് ഇസ് ഈക്വൽ ടു Q by T. ഓക്കെ, സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് ചാർജ്. സോ ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് ചാർജിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. എന്താണ്? I ഇൻറ്റു T. ഓക്കെ, സോ വാട്ട് ഈസ് I? നമുക്കിവിടെ തന്നിരിക്കുന്ന I എന്താണ്? യെസ്, ഇറ്റ് ഈസ് 2 ആംപിയർ ആണ് നമുക്ക് തന്നിരിക്കുന്ന കറണ്ട്. ഓക്കെ, സോ നമുക്ക് ടൈം തന്നിരിക്കുന്ന നോക്കൂ. ടൈം തന്നിരിക്കുന്ന 5 മിനിറ്റ്സിലാണ്. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എല്ലാം SI യൂണിറ്റിൽ തന്നെ ആയിരിക്കണം. അതായത് നമുക്കിവിടെ കറണ്ട് തന്നിരിക്കുന്നത് 2 ആംപിയർ, അതായത് ആംപിയർ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ SI യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി ചാർജിൻ്റെ SI യൂണിറ്റ് എന്താണ്? കൂളമാണ്. ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡ് ആണ്. സോ 5 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 60 ഇൻറ്റു 5 എന്ന് വരും. ഓക്കെ, 60 ഇൻറ്റു 5 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ടൈമിൻ്റെ സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, 60 ഇൻറ്റു 5 സെക്കൻഡ്. സോ വാട്ട് വിൽ ബി ദ ആൻസർ? സോ ദ ആൻസർ ഈസ് 600 കൂളം. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. എന്നാൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് 20 ohm. Okay, so 20 ohm. The resistance of the wire is 20 ohm. If a potential difference of 10 volt is applied, find the current. Okay, so നമുക്കറിയാം റെസിസ്റ്റൻസ്, വോൾട്ടേജ്, കറണ്ട് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഓംസ് ലോ ആണ് അല്ലേ? സോ എന്താണ് ഓംസ് ലോ? ഓംസ് ലോ അനുസരിച്ചുള്ള ഇക്വേഷൻ എന്താണ്? V is equal to IR. ഓക്കെ, സോ ദ വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. അതാണ് നമ്മുടെ ഓംസ് ലോ. ഓക്കെ, സോ V is equal to IR, ദാറ്റ് ഈസ് വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഇതാണ് നമ്മുടെ ഓംസ് ലോ. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന ആളാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഓക്കെ, സോ റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് നമുക്കിവിടെ തന്നിരിക്കുന്നത് 20 ohm ആണ്. ഓക്കെ, സോ ഫോർ എ ഗിവൺ വയർ ദിസ് റെസിസ്റ്റൻസ് വിൽ ബി കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് എത്രയാണ്? 20 ohm ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 10 ആണ്. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതാമല്ലോ. കറണ്ട് ഇസ് ഈക്വൽ ടു എന്താണ്? V by R. ഓക്കെ, സോ V എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 10 ആണ്. 10 by 20. സോ നമുക്ക് എന്താ കിട്ടുക? ഇറ്റ് ഈസ് 0.5 ആംപിയർ. ഓക്കെ, ക്ലിയർ? So the next question is, find the equivalent resistance when 3 resistors of 6 ohm, 3 ohm, 2 ohms are connected in series. So സീരീസിലാണ് ഇവിടെ കണക്ഷൻ വരുന്നത്. അപ്പോൾ സീരീസ് കണക്ഷനിൽ എന്താണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വലൻ്റ് റെസിസ്റ്റർ എത്രയായിരിക്കും? സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോട്ടൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഓക്കെ, സോ ഇവിടെ എത്രയാണ്? 6 പ്ലസ് 3 പ്ലസ് 2, സോ ദാറ്റ് ഈസ് 11 ohm. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find a current of 2 ampere is passed through 12 ohm resistor for 5 minutes. Find heat produced. So here we have to find the heat produced. Okay, so a current of 2 ampere. Okay, current of 2 ampere is passed through 12 ohm resistor.
Okay, 2 ampere is passed through 12 ohm resistor for 5 minutes. Find heat. ഓക്കെ, സോ നമുക്കറിയാം ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷനാണ് ഹീറ്റിൻ്റെ ഇക്വേഷൻ. എന്താണ്? ഹീറ്റ് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഓക്കെ, ഹീറ്റ് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. സോ ഇതിൽ എത്രയാണ് നമ്മുടെ കറണ്ട്? 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു നമ്മുടെ റെസിസ്റ്റൻസ് 12 ആണ്, ഇൻറ്റു നമുക്കറിയാം ഇവിടെ 5 മിനിറ്റ്സാണ് തന്നേക്കണേ. സോ വി ഹാവ് ടു കൺവേർട്ട് ഇൻ ടു സെക്കൻഡ്. സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 300 കിട്ടും. ഓക്കെ, സോ എന്താ വാല്യൂ? 300. ഓക്കെ, ഇവിടെ 300 സെക്കൻഡ് വരും. സോ ദ ടോട്ടൽ വാല്യൂ ഇസ് 4 ഇൻറ്റു 3600. Okay, so that will be 14,400 joule. Okay, so this equation is very important. The next question, a 100 watt bulb is used for 10 hours daily. Calculate the total energy consumed in 30 days in kilowatt hour. Okay, so 100 watt bulb നമ്മൾ 10 hours ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 30 ദിവസം, അതായത് ഒരു മാസം എത്ര എനർജി അത് എടുക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡെയിലി എനർജി ഓക്കെ, ഡെയിലി എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം 100 ഇൻറ്റു 10. Okay, 100 into 10, that is 1000. Okay, 1000 ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം വാട്ട് അവർ is equal to 1 kilowatt hour. ഓക്കെ, സോ അപ്പോൾ മന്ത്ലി നമുക്ക് എന്ത് വരും? മന്ത്ലി വരുമ്പോൾ ദാറ്റ് ഈസ് 1 ഇൻറ്റു 30. ഓക്കെ, ദാറ്റ് ഈസ് 30 കിലോ വാട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ദിവസം വരുന്നത്, അല്ലെങ്കിൽ 10 അവേഴ്സിൽ നമുക്ക് വരുന്നത് 1 കിലോ വാട്ട് അവർ ആണ്. അതായത് 1000 വാട്ട് അവർ ആണ് നമുക്ക് വരുന്നത്. 1000 വാട്ട് അവറിനെ നമ്മൾ കിലോ വാട്ടിലേക്ക് ആക്കുമ്പോൾ നമുക്ക് 1 കിലോ വാട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മന്ത്ലി ചെയ്യുമ്പോൾ 1 ഇൻറ്റു 30 ദാറ്റ് ഈസ് 10 കിലോ വാട്ട് വരും. ഓക്കെ,